അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ കഴിഞ്ഞ 4 വയസ്സുകാരൻ 4-ാമത്തെ ദിവസം ഫസ്റ്റ് വിസിറ്റിന് അമ്മയുടെ കൂടെ വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ അവന് ചിക്കൻ ബിരിയാണിയും പൊരിച്ച കോഴിയും ഇല്ലാതെ അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, അവൻ അത് വേണമെന്ന്. ഒരു നിമിഷം ഞാൻ പകച്ചുപോയി, എന്ത് ചെയ്യണം എന്നറിയാതെ. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഉനൈസ്, ജനറൽ ലാപ്രോസ്കോപ്പിക് സർജൻ ആണ്. അപ്പോൾ ആ 4 വയസ്സുകാരൻ്റെ കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത് സർജറി കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല. നമ്മൾ വൂണ്ട് കെയറിൻ്റെ ഭാഗമായിട്ട് വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് അഥവാ സർജറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഴ്ച ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കേണ്ട ഘടകങ്ങളാണ് പ്രോട്ടീൻ, അതുപോലെ തന്നെ ഹൈഡ്രേഷൻ, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. പ്രോട്ടീൻ്റെ സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചിക്കൻ, എഗ്ഗ്, പയറുവർഗ്ഗങ്ങൾ ഇതുപോലത്തെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കേട്, ബട്ടർ മിൽക്ക്, യോഗട്ട് ഇതുപോലത്തതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഉപയോഗിക്കാം. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, അയൺ, സിങ്ക് ഇതുപോലത്തെ സപ്ലിമെൻറ്റ്സ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെല്ലിക്ക, ഓറഞ്ച്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്. ഒഴിവാക്കേണ്ടതാണ് ഓയിലി ഫുഡ്. ഓയിലി ഫുഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുറിവ് ഉണങ്ങാനുള്ള കാലതാമസം അനുഭവപ്പെടും. ജങ്ക് ഫുഡ്, ഷുഗർ ഓവറായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, പിന്നെ അതുപോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇതുപോലത്തെ നിങ്ങൾ തീർച്ചയായിട്ടും തൊടാനേ പാടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ബിരിയാണിയും ഫ്രൈഡ് ചിക്കനും എടുക്കാമെന്ന് പറഞ്ഞ് ഈ ഒരാഴ്ച ചിക്കൻ കറിയും ചോറും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ച് സമാധാനിപ്പിച്ചിട്ട് ഞാൻ ആ 4 വയസ്സുകാരനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഷുഗർ, പ്രഷർ, ഹാർട്ട് സംബന്ധിച്ചുള്ള രോഗങ്ങൾ ഇതുപോലത്തെ പ്രധാനപ്പെട്ട കൺസേൺ ഒന്നും ഇല്ലാതെ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരാഴ്ച നിങ്ങൾ ഇതുപോലത്തെ ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കാം. ഓക്കെ, താങ്ക് യു.